ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പൊ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള ടീമാ www.sarasu.com. ആർക്കും എപ്പോ വേണമെങ്കിലും ബ്രൗസ് ചെയ്യാം. അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നിനക്കൊക്കെ എന്തുവാടാ? ഇതാണോടാ സംസ്കാരം? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? എന്നെ പോലെ തന്നെ അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ? നിങ്ങൾക്ക് അറിയാം. അതെ, പെണ്ണുമ്പിള്ള പിണങ്ങി പോയി വെച്ച് ബ്ലൗസ് ബ്രൗസ് ചെയ്യാൻ നിൽക്കണ്ട. നിന്റെ ഇന്റർനെറ്റ് കഫേ വരെ അടിച്ചു പോകും. ഈവനിംഗ് ക്ലാസ് എടുക്കണ്ടാവും. ഏയ്, അവർ നൈറ്റ് ക്ലാസ് മാത്രം എടുക്കാറുള്ളൂ. സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാര് ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു. തെമ്മാടിത്തരമല്ല, തെണ്ടിത്തരമാണ്. നല്ല ശുദ്ധ തെണ്ടിത്തരം. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇനിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വരെ അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുള്ള സബ്സ്ക്രിപ്ഷൻ, അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കാം. നീ നിരന്തരം എന്റെ വീഡിയോ കാണുന്നില്ലേ? കേറി സുഖിക്കും കയറി അങ്ങ് എന്റെ വീഡിയോ കണ്ടിട്ട് എന്നിട്ട് എന്നെ കുറ്റം പറയാനിരിക്കുന്നു. പട്ടി എങ്ങോട്ടൊക്കെ മാറി നിന്നെ എനിക്ക് വെട്ടി കീറി വെക്കാനുള്ള ദേഷ്യമുണ്ട്. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. ഒരുമാതിരി പുരക്ക് തീ പിടിക്കുമ്പോ വാഴോട്ടം നോക്കരുത് കേട്ടോ. ഇതിന് പകരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ ഞാൻ വന്നത്. തോക്കിന് പകരം തോക്ക്, ലാത്തിക്ക് പകരം ലാത്തി. കേട്ടിട്ടില്ല തോട്ട് കേട്ടിട്ടില്ല. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? എന്താ പറഞ്ഞേ? അത് ഒന്നുകൂടി പറഞ്ഞേ. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? ഇപ്പോഴാ ഓർത്തത്, ബാത്റൂമിൽ പോയില്ല.